ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത് എൻ്റെ ബാക്ക് പാക്കിംഗ് ആണ്. നമ്മളൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോവുകയാണ്. അയ്യോ, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിച്ച് മോഹിച്ച് കാത്തിരുന്ന ഒരു ട്രിപ്പാണ് കേട്ടത്. എന്ന് പറഞ്ഞാൽ കുറേ നാളുകളായിട്ട് ഞാൻ എൻ്റെ പണ്ടത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഡെയിലി വ്ളോഗ്സ് ചെയ്യാറൊക്കെ ഉണ്ടായിരുന്നല്ലോ ആദ്യം. അപ്പോൾ അതിൽ ഡെയിലി വ്ളോഗ്സിലൊക്കെ ഞാനിങ്ങനെ പറയാറുണ്ട് എനിക്ക് ഇന്ന സ്ഥലത്തോട്ട് പോകാൻ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആണ്, ഭയങ്കര ആഗ്രഹമാണ് എന്നൊക്കെ. അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മൾ ആ ഒരു ഡെസ്റ്റിനേഷനിലോട്ട് പോകാനായിട്ട് പോവാണ്. അതിൻ്റെ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. അത് കൂടാണ്ട് വേറൊരു സർപ്രൈസ് കൂടി ഉണ്ട് കേട്ടോ. അത് നമുക്ക് വഴിയെ മനസ്സിലാക്കാം, വഴിയെ കാണാം. അപ്പം ഇന്നെന്ന് പറയുന്നത് എൻ്റെ ബാക്ക് പാക്കിംഗ് ആണ്. നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ 2 ട്രോളി ബാഗ് ഇരിക്കുന്ന കണ്ടില്ലേ, അത് ഒന്ന് ചേട്ടൻ്റെയും ഒന്ന് ആമിക്കുട്ടിയുടെയാണ് കേട്ടോ. അവരുടെ പാക്കിംഗ് ഒക്കെ കംപ്ലീറ്റ് കഴിഞ്ഞ് ഗൈസ്. ഇനി എൻ്റെ മാത്രമേ ഉള്ളൂ. ഞാനാണ് ഇങ്ങനെ ലാഗ് അടിച്ചിരിക്കുന്നത്. എനിക്കിവിടുത്തെ എന്താ പറയുക, ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞില്ലേ നമ്മൾ സ്റ്റുഡിയോയിൽ പോയിട്ട് എനിക്ക് ഡ്രസ്സ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഓൺലൈൻ വാങ്ങാമെന്നൊക്കെ കരുതി കുറേ വാങ്ങി, കുറേ സെറ്റാവാണ്ട് റിട്ടേൺ ആക്കി. അങ്ങനെ ആകെ അലമ്പായിട്ടിരിക്കുകയാണ്. ഇനി ആകെ ഒരു ദിവസം നമ്മൾ നാളെയാണ് പോണത്. അപ്പോൾ നാളെ പോവാൻ ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ല. അവർ 2 പേര് സെറ്റായിട്ടാണ്. എൻ്റെ പെട്ടിയിലൊന്നും ആയിട്ടില്ല ഇതുവരെ. പെട്ടി ഞാൻ ഇപ്പം എടുത്ത് വെച്ചിട്ടുള്ളൂ. അപ്പോൾ അവസാനം സെറ്റ് ആവാണ്ട് ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ സംഭവങ്ങൾ ചിലത് വന്നത് വരാത്തത് അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ എന്താ പറയാൻ വന്നത്, ഇത് നമ്മുടെ ഫസ്റ്റത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പൊന്നും അല്ല കേട്ടോ. പക്ഷേ ഈ ഒരു പ്ലേസ് ഞാൻ കുറേ വിസിറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. അത്രയും ആഗ്രഹിച്ചൊരു സ്ഥലമായതുകൊണ്ടാണ്. എനിക്കറിയില്ല, ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറയുക, നമുക്കപ്പോൾ തുടങ്ങാം അല്ലേ. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ ചാനൽ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ദയവായി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. കൂടെ വെക്കുന്ന ബെൽ ബട്ടൺ ഒന്ന് നെക്കിയിടാൻ മറക്കരുത് കേട്ടോ. എന്നാൽ ഞാനെടുത്ത എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാണ്ട്. ഞാൻ ട്രോളി ബാഗ് നിങ്ങളെ കാണിക്കാം കേട്ടോ. ഇത് പൊടി പിടിച്ചിരിക്കുകയാണ്, തുടയ്ക്കണം, അത് വേറെ പരിപാടിയാണ്. ആമിക്കും ചേട്ടന് അവര് പുതിയത് വാങ്ങിയിട്ടുണ്ടായിട്ടാ. അവര് കോംബോ ആയിട്ട് കിട്ടിയില്ലേ 2 എണ്ണത്തിന്റെ, അങ്ങനത്തെ അവര് വാങ്ങി. അപ്പൊ ഞാൻ ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്ന ഒരു ബെൽറ്റാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് ആ ബെൽറ്റ് എന്തായാലും വേണ്ടി വരും. പിന്നെ നമ്മൾ അല്ലറ ചില്ലറ കുറേ ഐറ്റംസ് വാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ അടുക്കി പെറുക്കി വെക്കണം കേട്ടാ. ഇങ്ങനെ വേണ്ട, കുറെ ഉണ്ട് ഇതില്. ഞാൻ കാണിക്കാം. അതവിടെ ഇരിക്കട്ടെ. ആദ്യം എന്റെ ബാഗ് കാണിക്കാം. ഇതാണ് എന്റെ, കണ്ടോ, ഒരു ബ്ലൂ കളറാണ് എന്റെ ഈ ഒരു ട്രോളി ബാഗ് വന്നിട്ട്. അപ്പൊ നമുക്ക് ഇതിൽ പൊടിയൊക്കെ ഉണ്ട്. ഞാനപ്പോ ഇതിൽ വെക്കുന്ന ഓരോരോ ഐറ്റംസ് ആയിട്ട് കാണിക്കാം കേട്ടോ. അപ്പൊ നമ്മളിത് ബാഗ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് വെക്കാൻ പോകുന്ന സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, കുറെ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ കുറെയൊക്കെ ഞാൻ റിട്ടേൺ ആക്കി. ഇനിയും കുറെ വരാനുണ്ട്. അതായത് നാളെ നമ്മൾ നൈറ്റാണ് ഇവിടെ നിന്ന് ഇറങ്ങണത്. അപ്പോ നാളെ ഡെലിവറി ഉള്ള കുറെ ഐറ്റംസ് ഉണ്ട് കേട്ടോ. നാളെ കാലത്തൊക്കെ അതെനിക്ക് കിട്ടുള്ളൂ കയ്യില്. അപ്പൊ അതെങ്ങനെയാണെന്ന് അറിയില്ല. കിട്ടാൻ ഞാൻ ഇതിലേക്ക് എടുത്ത് വെക്കും, അല്ലെങ്കിൽ റിട്ടേൺ ആക്കും. അത്ര ചെയ്യാനായിട്ട് ഇത് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം തന്നെ വെക്കുന്നത് ഒരു സൈഡിലായിട്ട് നമുക്ക് എടുത്തു വെക്കാം കേട്ടോ. എന്റെ ഹാൻഡ് ബാഗ് ആണ്, കണ്ട, ബോഹോ സ്റ്റൈൽ ഹാൻഡ് ബാഗ്. ഇത് നമ്മൾ ഗോവ ട്രിപ്പ് പോയപ്പോ വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. ഇതിൽ ഒത്തിരി സാധനങ്ങൾ കൊള്ളും. പക്ഷെ പൈസയൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ അത് വേറൊരു കുഞ്ഞി പൗച്ചിലാക്കിയിട്ട് ഇതിൽ വെക്കണം. അങ്ങനെ പറ്റുള്ളൂ. നമുക്ക് കാണാം ഇതില് എന്തൊക്കെ ഇരിക്കുന്നുണ്ടെന്ന് ഇങ്ങനെ കാണാം. മെയിൻ ആയിട്ട് എന്റെ ട്രൈപോഡ് കാര്യങ്ങളൊക്കെ ഇരിക്കും ഇതിലിങ്ങനെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ശരിക്കും സെറ്റായിട്ട് ഇരുന്നോളും. അങ്ങനെ പിന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും ഇത് പിടിക്കാം കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ ഒരു ബോഹോ സ്റ്റൈല് ബാഗാണ് ഇങ്ങനെ ആദ്യം തന്നെ വെക്കണത് കേട്ടോ. അത് നമുക്ക് കണ്ട ഇങ്ങനെ മടക്കി വെക്കുന്നുണ്ട്, ജസ്റ്റ് ഇങ്ങനെ മടക്കിയിട്ട്. ഓക്കെ, അപ്പൊ അത് വെച്ചു. പിന്നെ ഞാൻ വെക്കണത് എന്താന്ന് വെച്ചാല് പ്യൂമയുടെ ഈ ഒരു ക്യാപ്പാണ് കേട്ടോ. ഈ ഒരു ക്യാപ്പ് ഞാനിത് കഴിഞ്ഞ വർഷമോ അതിന് മുന്നത്തെ വർഷം അങ്ങോട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്ന ക്യാപ്പാണ്. അവിടെ നല്ല വെയിലുണ്ടെങ്കിൽ നമുക്ക് വെക്കാലോ. അപ്പോ നമ്മുടെ കണ്ടോ ഈ ഒരു ക്യാപ്പ് പ്യൂമയുടെ ആണ് കേട്ടോ. ഞാൻ ലിങ്ക് കിട്ടുകയാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം ആണ് കേട്ടോ പ്യൂമയുടെ ഈ ഒരു ക്യാപ്പ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ ഞാൻ ഈ ഒരു ബാഗിൽ കരുതിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതില് നമുക്ക് വേറൊരു ഐറ്റം കൂടെ വെക്കാണ്ട്, ഡെർമാവൈവിന്റെ ഈ ഒരു മോയിസ്ചറൈസിംഗ് ലോഷൻ ഞാൻ പുതിയത് വാങ്ങിയിട്ടുണ്ട്. കവർ പോലും പൊളിച്ചിട്ടില്ല, ഞാൻ അവിടെ പോയിട്ട് പൊളിക്കാം. അപ്പൊ അത് വെക്കുന്നുണ്ട്. പിന്നെ ഡെർമാവൈവിന്റെ
ഹൈഡ്ര ക്ലെൻസർ കൂടെ ഒരെണ്ണം ഞാൻ പുതിയത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതും കൂടെ ഇതിൽ വെച്ചിട്ട് നമുക്കിത് അടച്ചിട്ട് നമ്മുടെ ട്രോളിയിൽ വെക്കാം. അപ്പൊ മേക്കപ്പ് എല്ലാം ആ ഒരു ബാഗിലുണ്ട്. മേക്കപ്പ് ഞാൻ കാണിക്കുന്നില്ല, അവിടെ തുറന്ന് കാണിക്കുന്നില്ല. ഞാൻ എന്റെ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാൻ എന്തൊക്കെ കയ്യിലെടുത്തിട്ടുള്ളത്. അപ്പോ ആ വീഡിയോ ഇതിന് പിന്നാലെ വരും. ഓക്കെ, അപ്പൊ പിന്നെ നമുക്ക് വേറെ ഇതിലിപ്പോ തുറന്ന് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇനി ഞാൻ ഒരു ഇത് ഞാൻ പുതിയത് വാങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു സാൻഡിൽസ് ആണ് കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനത്തെ ഒരു വൈറ്റ് കളർ സാൻഡിൽസ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ചെറിയ ഹീൽസ് ഉള്ള ടൈപ്പാണ്. അപ്പൊ ഇത് ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ. കുറെ ജ്വല്ലറി ഐറ്റംസ് ആണ്. അത് ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. അത് ഫൈനലായിട്ട് സെറ്റ് ചെയ്തിട്ട് നമ്മൾ വെക്കണുള്ളൂ. ഈ കവറിൽ നിറച്ച് ജ്വല്ലറി ഐറ്റംസ് ജാമിക്കുട്ടിയിലുണ്ട്. അപ്പൊ അത് നമ്മൾ നോക്കി സെറ്റ് ചെയ്ത് വെക്കണം. പിന്നെ ഞാൻ ഇത് വന്നിട്ട് ആമസോണിൽ നിന്ന് വാങ്ങിയ ഒരു ലൈറ്റ് ആണ്. അപ്പൊ അത് ഇതിൽ വെക്കുന്നുണ്ട്. പിന്നെതാ ഇതെന്റെ കൂളിംഗ് ഗ്ലാസ് ആണ് കേട്ടോ. കൂളിംഗ് ഗ്ലാസ്സുകള് കണ്ടോ, ഇങ്ങനെ കുറച്ച് കൂളിംഗ് ഗ്ലാസ് എടുത്ത് വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത്രയും സെറ്റ് ആയില്ലേ. ഇനിയാണ് നമ്മുടെ ഡ്രസ് ഐറ്റംസ്. സത്യം പറഞ്ഞാണ്ടല്ലോ എനിക്ക് ഒന്നും നല്ലത് കിട്ടിയില്ല കേട്ടോ. ചില സമയത്ത് നമുക്ക് ആവശ്യമുള്ളപ്പോ ഒന്നും കിട്ടില്ല. ഓൺലൈനിൽ ഞാൻ എന്തോരം വാങ്ങിയിരിക്കണ്. അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ ചിലതൊക്കെ മിക്കതും എനിക്ക് സൂട്ട് ആവാറുണ്ട്. പക്ഷെ ഇപ്രാവശ്യം വാങ്ങിയതൊക്കെ റിട്ടേൺ ചെയ്യേണ്ടി വന്നു. അതിൽ കുറച്ച് ഇനിയും വരാനായിട്ടുണ്ട്. അതാണെങ്കിൽ നാളെ വരുള്ളൂ. നാളെയാണ് നമ്മൾ പോണ നൈറ്റ്. അപ്പൊ കാലത്ത് വന്നാൽ കിട്ടുകയാണെങ്കിൽ ഇതിലെടുത്ത് വെക്കാം, അത്രേ ഉള്ളൂ. അപ്പൊ എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന കുറച്ച് സംഭവങ്ങൾ നമുക്ക് അവിടെ ഇടാൻ പറ്റുന്ന ടൈപ്പ് കേട്ടോ ഞാൻ കാണിച്ചു തരാം. അതൊക്കെയാണ് ഞാൻ ഇതിൽ മടക്കി വെക്കാനായിട്ട് പോണത്. ഒന്നുതാ ഇങ്ങനത്തെ ഒരു ട്രൗസേഴ്സ് ആണ് കേട്ടോ. കണ്ടില്ലേ, ഇങ്ങനത്തെ ഒരു ട്രൗസേഴ്സ്. അപ്പൊ അത് നമ്മൾ വെക്കുന്നുണ്ട്. കുറച്ച് ഇനി അടുത്തത് റിട്ടേൺ ചെയ്യാനുള്ള ഐറ്റം എന്താ, ഇതാണ്. ഇത് മിന്ത്രയിൽ വാങ്ങിയതാണ് കേട്ടോ. അടുത്ത റിട്ടേൺ ചെയ്യാനുള്ള ഐറ്റം ടോക്കിയോ ടോക്കീസിന്റെ ഒരു എന്താ പറയാ, ജാങ്കരീസ് അല്ല, അതെ ജാങ്കരീസ് ആണ്. ടോക്കിയോ ടോക്കീസിന്റെ ഈ ഒരു ജാങ്കരീസ് ഞാൻ ഓൺലൈൻ ഓർഡർ ചെയ്തതാണ്. പക്ഷെ എനിക്കിത് തീരെ ഇട്ടിട്ട് എന്തോ എനിക്ക് സെറ്റ് ആവണില്ല, എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ ഇത് റിട്ടേൺ ആക്കണം. ഇതൊന്നും നമ്മൾ റിട്ടേൺ ആക്കണം കേട്ടോ. ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് റിട്ടേൺ ചെയ്യാനുള്ളത്. അടുത്തത് നമ്മൾ കയ്യിൽ പിടിക്കുന്നത് അത് ഇങ്ങനത്തെ ഒരു ബ്രൗൺ കളറിലുള്ള ട്രൗസേഴ്സ് ആണ്. അപ്പൊ ഈ ഒരു ട്രൗസർ ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. ഒരു ട്രൗസർ പാന്റ് ആണ് കേട്ടോ. ഈ ഒരു പാൻസ് ബ്രൗൺ കളറ് അത് നമ്മൾ ഇതിൽ വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് മുഴുവൻ എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന എന്റെ കളക്ഷനിലുള്ള കുറച്ച് ഡ്രസ്സുകൾ നമ്മൾ മുന്നേ പർച്ചേസ് ചെയ്തിട്ടുള്ള വാർഡ്രോബിൽ ഉണ്ടായിരുന്ന സംഭവങ്ങളൊക്കെയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത് ഒരെണ്ണം ഇതാണ് കേട്ടോ, ഒള്ളിയുടെ ഈ ഒരു ടോപ്പ്. നല്ല രസമാണ്, നല്ല കംഫർട്ടബിൾ ആണ്. കുറെ കാലമായിട്ട് ഞാൻ എവിടെ പോകുമ്പോഴും ഇടാറുള്ള ഒരു ടോപ്പാണ് കേട്ടോ. ബ്രൗൺ കളറ് എന്താ പറയാ ട്രൗസേഴ്സ് അല്ലെങ്കിൽ പാൻസ് ജീൻസിന്റെ കൂടെയൊക്കെ നല്ല ഭംഗിയിൽ പോവും ഈ ഒരു ഷെയ്ഡ്. ഓൺലിയുടെ ഈ ഒരു ടോപ്പ് ഭയങ്കര എന്താ പറയാ സോഫ്റ്റ് ആണ് കേട്ടോ. അത് പറ്റാണെങ്കിൽ കഴിഞ്ഞതിന്റെ മുന്നത്തെ കൊല്ലം അങ്ങോട്ട് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ ആ ഒരു എന്താ പറയാ ലിങ്ക് കിട്ടുകയാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഇട്ടിട്ടുള്ള ഫോട്ടോ സൈഡിൽ, എന്റെ ഫോട്ടോ അല്ല ശരിക്കും കാറ്റലോഗിലുള്ള ഒരു ഫോട്ടോ വളരെ സൈഡിൽ ഞാൻ കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഒള്ളിയുടെ ഈ ഒരു ടോപ്പ് ഞാൻ എടുക്കുന്നുണ്ട്. ഇതെന്റെ മീഡിയം സൈസ് ആണ് കേട്ടോ. നല്ല ബ്രാൻഡാണ് ഓൺലി കേട്ടോ. എനിക്ക് ഇഷ്ടം, അവരുടെ ഒരുവിധം പ്രൊഡക്ട്സ് ഒക്കെ എനിക്ക് ഇഷ്ടം. അപ്പൊ ഈ ഒരു ടോപ്പ് നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഹർപ്പയുടെ കുറെ വെറൈറ്റി ഹർപ്പ എന്ന് തന്നെയല്ലേ പറയാ, അവരുടെ ടോപ്പുകളുണ്ട്. അതിലൊരു ഇതൊരു സ്കേർട്ടിന്റെ കൂടെ ഇടാന്ന് കരുതിയിട്ട് ഞാൻ എടുക്കുന്നതാണ്. ചിലപ്പോഴേ ഇടുള്ളൂ, നമ്മൾ ഓപ്ഷണൽ ആയിട്ട് വെക്കുന്നതാണ്. ചിലപ്പോഴും ചിലപ്പോഴില്ല. അപ്പൊ ഈ ഒരു ബ്രൗൺ കളർ കേട്ടാ, ഇത് നല്ല ഭംഗിയുണ്ട്, ഇങ്ങനെ പ്രിന്റ് ഒക്കെ വന്നിട്ട്. പിന്നെയും ഹർപ്പയുടെ തന്നെ ഒരു പ്ലെയിൻ യെല്ലോ, മസ്റ്റർഡ് യെല്ലോ കളറ് ഈ ഒരു ടോപ്പാണ് കേട്ടോ. ഇതും ഞാൻ കയ്യിൽ കരുതുന്നുണ്ട്. ഇതും എനിക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാകാറുണ്ട്. അപ്പൊ ജസ്റ്റ് നമ്മളൊന്ന് വെക്കണോ, വേറെ ഭയങ്കര ഫാഷനബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഇങ്ങനെയുള്ള പ്ലെയിൻ ആയിട്ടുള്ള സോളിഡ് കളറിലുള്ള ടോപ്പുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ എന്റെ ഏറ്റവും ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു നൂഡിൽ സ്ട്രാപ്പ് ഡ്രസ്സാണ്. അത് ഞാൻ വെക്കാന്ന് കരുതിയിട്ടുണ്ട്. ഇടോന്ന്
അറിയില്ല. നാളെ ഇപ്പൊ ഞാൻ ഓർഡർ ചെയ്ത ഐറ്റംസ് വരികയാണെങ്കിൽ ചിലപ്പോ അത് ഇടുള്ളൂ. ഇൻ കേസ് വന്നില്ലെങ്കിൽ ഇതൊക്കെ ഇടാന്ന് വെച്ചിട്ടാണ്. ഇത് കണ്ടോ, ഇത് ഇപ്പോഴത്തെയും എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. ഇതൊരു ഭംഗിയാന്ന് അറിയോ, ഇത് മാക്സിന്റെ ആണ്. മാക്സിന്റെ ന്യൂഡി സ്റ്റാർ ഡ്രസ്സാണ്. ഫുൾ ഇങ്ങനെ ഫ്ലവർ പ്രിന്റ് വരുന്ന ഭയങ്കര വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഡ്രസ്സാണ് കേട്ടോ. നല്ല രസല്ലേ. അപ്പൊ ഇത് ഞാൻ ബാഗിൽ എടുത്ത് വെക്കുന്നുണ്ട്. നമുക്ക് ഇടാൻ പറ്റുമോന്നൊന്നും അറിയില്ല. പിന്നെ ഒരു ഗാംഗരീസ് ആണ്. അത് റയറിന്റെ ആണോണ്ട്, റയർ എന്ന് പറയുന്ന ബ്രാൻഡിൽ നിന്നുള്ള, അതെ റയറിന്റെ ഒരു ഗാംഗരീസ് ആണ്. മീഡിയം സൈസില് ചെക്കേർഡ് ആയിട്ടുള്ള ഒരു ഗാംഗരീസ് ആണ്. പോക്കറ്റ്സ് വരുന്നുണ്ട് സൈഡില്. ഇത് ഞാൻ കോളേജില് ഫംഗ്ഷൻ അങ്ങനെ വേറെ കുറെ പരിപാടികൾക്കൊക്കെ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. ഇത് നല്ല കംഫർട്ടബിൾ ആണ്. ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ട് ഇങ്ങനെ ഓടി നടക്കാം കുറെ നേരം, അതായത് ഫുൾ ടൈം ഒക്കെ ഇടാം. ജീൻസിന്റെ ജാങ്കരീസ് ഒക്കെ ഇടുമ്പോൾ ഇടയ്ക്ക് എനിക്ക് ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. ഇത് എന്ന് പറയുന്നത് ഭയങ്കര കംഫർട്ടബിൾ ആണ്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. റയറിന്റെ ആണ് ഇത്. പിന്നെ സ്ലീവ്ലെസ് ആണ് കേട്ടോ. ഇങ്ങനത്തെ സ്ലീവാ വരുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇത് സ്റ്റിച്ച് ചെയ്ത് ഒരുമിച്ച് ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇത് ഇങ്ങനെയൊക്കെ ഇടാം. അല്ലെങ്കിൽ ഉള്ളിലൊരു എന്താ പറയാ ഫുൾ സ്ലീവ് ആയിട്ടുള്ള ടീഷർട്ടോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്കിത് സ്റ്റൈൽ ചെയ്യാം. അപ്പൊ ഈ ഒരു ഗാംഗരീസും കൂടെ ഞാൻ വെക്കുന്നുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ എന്റെ ഡ്രസ് ഐറ്റംസ്. നമുക്കൊരു 5 ജോഡി ഇടുന്നത് കൂടെ കൂട്ടിയിട്ട് ഒരു 6 ജോഡിക്ക് വേണ്ടി വരുള്ളൂ. ഓക്കെ, അപ്പൊ ഒരു 5 days ട്രിപ്പ് ആണ് നമ്മുടെ. അപ്പൊ നമ്മളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചു, ചെരുപ്പ് വെച്ചിട്ടുണ്ട്. എന്റെ ബാഗ് പാക്കിംഗ് ഓൾമോസ്റ്റ് കഴിഞ്ഞു കേട്ടാ. ഞാൻ ഇതടച്ച് ഗൈസ്. അങ്ങനെ നമ്മുടെ ബാഗ് പാക്കിംഗ് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇന്നറുകൾ ഞാനൊരു കവറിലാക്കിയിട്ട് സൈഡിൽ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി മേക്കപ്പിന്റെ വീഡിയോസ്, മേക്കപ്പിനായിട്ട് ഞാൻ എന്തൊക്കെ എടുത്തിട്ടുണ്ട് എന്നുള്ളത് ഞാൻ വേറൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്റെ ബാഗ് സെറ്റ് ആയി. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇനിയിപ്പോ വേറെ പണികളും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ. ഇനി തിന്നാനായിട്ട് നമുക്ക് സ്നാക്സ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ എടുക്കാൻ വേണമെങ്കിൽ അത് ആമിക്കുട്ടിയുടെ ബാഗിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. ആ ഒരു ട്രോളിയിൽ വെച്ചിട്ടുണ്ട്. ഒക്കെ സെറ്റായി. ഇതിൽ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ഐറ്റംസിൽ എനിക്ക് കിട്ടുന്നതിന്റെ ഒക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്താൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വാങ്ങിക്കാം. എല്ലാത്തിനും ഒന്നും ഉണ്ടാവില്ല കേട്ടോ, കാരണം കുറെ നാള് മുന്നത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട്, ഞാൻ വാങ്ങിയതുണ്ട്. അപ്പോ കിട്ടണമെന്നില്ലല്ലോ ലിങ്കുകൾ. അപ്പൊ ലിങ്കുകൾ ഉള്ളതൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ ഇന്നൊരു ടോപ്പിക് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം. അതുവരേക്കും എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കാം. ബൈ.